അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദ ഇലാ യൗമിദ്ദീൻ. പാലക്കാട് സോദരി നടുറോട്ടിൽ വെച്ച് പ്രകടന നിസ്കാരം നിർവഹിക്കാൻ തുനിഞ്ഞിരിക്കുന്നു. ഭർത്താവ് മരിച്ചിട്ട് കിട്ടേണ്ട സ്വത്ത് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ സമരം. അള്ളാഹുവേ, അവർക്കർഹമായ അവകാശങ്ങൾ നീ ഈ ലോകത്ത് നൽകണേ. പരലോകത്തിൻ്റെ കാര്യത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്ക് മാപ്പാക്കുകയും അർഹമായ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണേ. ഖുർആൻ സൂറത്തുൻ നിസാ 12-ാമത്തെ ആയത്തിൽ അരുളിയത്, പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ 8/1, മക്കളില്ലെങ്കിൽ 4/1 എന്നാണ്. വലഹുന്ന റുബ്ഉ മിമ്മാ തറത്തും, ആണുങ്ങൾ മരിച്ചാൽ അവൾക്ക് 4/1 ഇൻ ലം യക്കുൻ ലക്കും വലതുൻ, മക്കളില്ലെങ്കിൽ. ഫഇൻ കാന ലക്കും വലതുൻ, മക്കളുണ്ടെങ്കിലോ ഫലഹുന്ന സുമുനു മിമ്മാ തറത്തും, നിങ്ങൾ വിട്ടേച്ചു പോയതിൽ 8/1 ഇംബാദി വസിയത്തിൻ തൂസൂന ബിഹ ഔദൈനിൻ, വസിയത്തും കടവും കഴിച്ചു. ഇത് ഖുർആന്റെ വ്യക്തമായ നിർണയമാണ്, നിശ്ചയമാണ്. അതുകൊണ്ട് അത് കൊടുക്കാൻ അനന്തരാവകാശികൾ ബാധ്യസ്ഥമാണ്. സ്വത്ത് ഈ ലോകത്ത് കിട്ടിയാൽ അത് വളരെ ഉപകാരമാണ്. പക്ഷെ അത് ചെറിയൊരു സംഖ്യയാണ്. ഈ ലോകത്ത് കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് ദിവ്യമായ പ്രതിഫലമാണ്. എന്നാൽ ഈ ലോകത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതു മാർഗം സ്വീകരിക്കണം? നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കണം. നിസ്കാരം, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുന്നെന്നാണ് പടച്ചോൻ കൽപ്പിച്ചത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ കർമ്മം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. 12:30-ക്കല്ല ളുഹ്ർ എന്നാണ് സാധാരണ നമുക്ക് മനസ്സിലാകുന്നത്. ഏത് നിസ്കാരമാണ്, എന്ത് നിസ്കാരമാണെന്ന് അവർക്കാണ് അറിയുക. ഏതായിരുന്നാലും നടുറോട്ടിൽ വെച്ചുള്ള നിസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. പ്രകടനത്തിന് വേണ്ടിയുള്ള നിസ്കാരം തെറ്റായ, കുറ്റമായ കാര്യമാണ്. നിസ്കാരം ഒരു പ്രകടനമല്ല. അല്ലദീനഹും യുറാഊൻ, ആളെ കാണിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ നിസ്കാരത്തെക്കുറിച്ച് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് അള്ളാഹു അരുളിയത്. അതുകൊണ്ട് പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിച്ചുവോ, ഇങ്ങോട്ട് വരും. എനിക്ക് വേണ്ടി കർമ്മം ചെയ്തുവോ, ഇങ്ങോട്ട് വരും. അതല്ല വേറെ ആർക്കെങ്കിലുമാണ് ചെയ്തതെങ്കിൽ അങ്ങോട്ട് ചെല്ലിന്ന് പറയും. അവിടെ ആരും ഉണ്ടാവുകയില്ല ഏറ്റെടുക്കാൻ. അതുകൊണ്ട് പാപ്പറാകാതിരിക്കാൻ ശ്രമിക്കുക. മാപ്പ് റബ്ബിനോട് ചോദിക്കുക. അറിവില്ലായ്മ കൊണ്ടായിരിക്കും. അള്ളാഹുവെ മാപ്പാക്കണേ. അതുകൊണ്ട് ഇതുപോലുള്ള ആരാധനകളോ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആകരുത്. മാത്രമല്ല, സ്ത്രീകൾ ഇങ്ങനെ പരസ്യമായി എല്ലാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിൽ വെച്ച് നടക്കേണ്ടവരല്ല. ഭർത്താവ് മരിച്ച് ഇദ്ദ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ. 4 മാസവും 10 ദിവസവും ഇങ്ങനെ പരസ്യമായി അങ്ങനെ രംഗത്തിറങ്ങി വളരെ ഒരു പ്രകടനപരത കാണിക്കേണ്ട ആളല്ല സഹോദരി. അച്ചടക്കം വേണം. പിന്നെ ആളുകളുമായി ബഹളം വെക്കാനോ മറ്റൊന്നും ശരിയല്ല. ഒരു ന്യായമായ രീതിയിൽ, ലളിതമായ രീതിയിൽ, വണക്കത്തിൻ്റെ എളിമയുടെ താഴ്മയുടെ രീതിയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഏതായിരുന്നാലും സംഭവിച്ചത് സംഭവിച്ചു. നമ്മളിതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് 1, അനന്തര സ്വത്ത് ഉള്ളതാണ്. 2, അത് കൊടുക്കൽ നിർബന്ധമാണ്. 3, അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് പ്രതിഫലം പരലോകത്ത് ലഭിക്കും. 4, ഇതിനു വേണ്ടി നിസ്കാരത്തെയോ സക്കാത്തിനെയോ നോമ്പിനെയോ ഹജ്ജിനെയോ ആരാധനകളെയോ അനുഷ്ഠാനങ്ങളെയോ ദുരുപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥമാകും. അള്ളാഹു മാപ്പ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.